ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SRS ഡയറീസിലോട്ട് സ്വാഗതം ഏവർക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു ഫാമിലി ചാനലാണ്. സോ ഒരുപാട് ബാഡ് കമൻസുകൾ ഒഴിവാക്കുക പ്ലീസ്. ഇന്ന് ചിമ്മുവിന് ഇന്ന് ബോത്താങ്കട്ട് പോകണം, അണക്കെട്ട് കാണണം, അവിടെ ഒരു പാർക്കുണ്ട്, അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുവന്നതാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടുന്ന് ബോത്താങ്കട്ട് കാണാം. അപ്പം ഞാൻ വിചാരിച്ച് കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ തൂക്കുപാലത്ത് പോയായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ ആഫ്റ്റർനൂണ് ഇറങ്ങാമെന്ന് വിചാരിച്ച് ജിമ്മിൻ്റെ ബോർഡ് മാറ്റാൻ. അങ്ങനെ ഞാനും ജിമ്മും ബോധത്താങ്കട്ട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. സൈൻ ഇൻ വിത്ത് SRS ഡയറീസ് ബൈ ഷിഹാബുദ്ദീൻ. അപ്പോൾ നമ്മൾ ബോത്താങ്കട്ട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇത് വലിയ നല്ല റോഡാണ്. കാരണം ടെറബിൾ റോഡൊന്നുമല്ല, ഓഫ് റോഡൊന്നുമല്ല, നല്ല ടാറിട്ട നല്ല ബ്യൂട്ടിഫുൾ റോഡാണ് നമ്മുടെ കോതങ്ങളിൽ നിന്ന് ബോത്താങ്കട്ടിലേക്കുള്ള വഴി. ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ബോത്താങ്കട്ട് അണക്കെട്ട്. അതായത് ഇടുക്കി ഭാഗത്തു നിന്ന്, നേരങ്കലം ഭാഗത്തു നിന്ന് തുടങ്ങിയ കൊച്ചി ഭാഗത്തു നിന്ന് ഒരാളുകളൂടെ ഇത് കാണാനായിട്ട്, ഈ അണക്കെട്ട് കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ബോത്താങ്കട്ട് അണക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഭൂതത്താൻ എന്നുള്ളൊരു പേര് വന്ന് തന്നെ ഇതിൻ്റെ പുറകിലൊരു നല്ലൊരു ചരിത്രം തന്നെയുണ്ട്. അതായത് രണ്ട് ഭൂതങ്ങൾ, രണ്ട് പാറ പൊങ്ങി വന്ന ആ പാറ രണ്ടും ജോയിൻ്റ് ചെയ്ത ഒരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എനിവേ നിങ്ങളിപ്പോൾ നെറ്റിൽ ബോത്താങ്കട്ടിൻ്റെ ഹിസ്റ്ററി വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. കോതമംഗലത്ത് നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ എന്തോ അകലമുള്ളൂ ഈ ബോത്താങ്കട്ട് ഡാമിലോട്ട്. അവിടെ ഡാം മാത്രമല്ല, കുട്ടികളുടെ പാർക്ക് ഉണ്ട്, പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ ബോട്ടിങ്, കയാക്കിങ് ഉള്ള ഏരിയ ആണ്. നമ്മുടെ ബോത്താങ്കട്ടിൻ്റെ പാർക്ക് മറ്റേ ബോട്ടിംഗ് ഏരിയയിലാണ് വന്നത്. പാർക്ക് കുട്ടികളിലൊക്കെ, അതായത് കിഴക്ക് ഭാഗത്തുള്ളൊരു പാർക്കുണ്ട്, അത് ബോട്ടിങ്ങൊക്കെ ഉള്ള അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ടോ, ചിമ്മുമായിട്ട് ആണ് ഏരിയ. അപ്പോൾ ഞങ്ങൾ ബോത്താങ്കട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചിമ്മ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ചിമ്മ് ഇറങ്ങും, ഇറങ്ങിക്കാം. ചിമ്മ് ബോത്താങ്കട്ട്. ഡോറ എന്ത്? ഡോറ എടുത്തോ. ഡോറൊക്കെ തണുക്കുന്നോ? അയ്യോ, എന്നിവിടെ തണുപ്പില്ല, ഭയങ്കര ചൂടാണല്ലോ. ഇതാണ് ബോത്താങ്കട്ട് പാർക്ക്. എന്താ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ, അല്ല ചിമ്മു? സൈലൻ്റ് ഏരിയ, കാമാങ് ക്വൈറ്റ് എന്നൊക്കെ പറയും. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഈ ആർച്ച് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കണമെന്നല്ലേ അല്ലേ കുഞ്ഞു? അന്ന് വന്നപ്പോൾ ഉണ്ടായല്ലോ അല്ലേ?
ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പോത്തങ്കട്ട് ഡാമിൻ്റെ അടുത്തുള്ള സ്തൂപം, പാർക്ക്. പുതിയതായിട്ട് നല്ല ഒരുവിധം ഡെവലപ്പായിട്ടുണ്ടല്ലേ. കുറച്ചും കൂടെ ഒന്ന് ഒരു നല്ല റെസ്റ്റോറൻ്റൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് എളുപ്പമായിരിക്കും. ഇഷ്ടമായ പാർക്ക് ഇഷ്ടമായോ? ഈ ഡോറേനെ ഒരു സ്ഥലത്ത് വയ്ക്കത്തില്ലേ? അതെന്താ താഴെ ഒന്നും വയ്ക്കത്തില്ല ഡോറേനെ? ശരി. അപ്പോൾ ചെയറിലൊന്നും വയ്ക്കത്തില്ല? അയ്യോ, ഞാനത് ഓർത്തില്ല. സോറി, ഞാനത് ഓർത്തില്ല. ഞാനത് ഓർത്തില്ല. ഡോറേനെ ഒരു സ്ഥലത്തും താഴെ വെക്കില്ല, തലയിലും വെക്കത്തില്ല. എന്നാ പയ്യ എനിക്ക് പവർ വരട്ടെ. പവറേ ചിമ്മൂനും പപ്പക്കും പവർ വരട്ടെ. ഞങ്ങളങ്ങനെ പോത്തങ്കട്ട് പാർക്കിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര സൈലൻറ്റ് മൂഡ്. അതായത് ഇവിടെ ബോട്ടിങ് താൽക്കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ആളുകളുടെ ഫ്ലോ കുറവാണ്. അത് ഈ കൊറോണ ആയിട്ടായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഫുള്ളാവുന്നൊരു ടൈമായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനും ചിമ്മും തനിച്ചിവിടെ ഈ പാർക്കിൽ ഇരിക്കും. തനിച്ചല്ല, അവിടെ ഇവിടെയൊക്കെ ഫാമിലി ഉണ്ട്. കുറേയൊക്കെ ഈ നല്ല ഏരിയ ആയതുകൊണ്ട് ഒരു 10-20 ഫാമിലി വന്നാലും ഫില്ലാവത്തില്ല. എനിവേ നല്ല പീസ് ഏരിയ ആണ്, നല്ല ശാന്തത. അതായത് ഓൺലൈൻ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, സോഫ്റ്റ്വെയർസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ഒരു കാലാവസ്ഥയാണ്. ഇവിടെ നിന്ന് സിസ്റ്റത്തിൽ ചെയ്യാൻ നല്ല സൈലൻറ്റ്, കിളികളുടെ കളകളാ സൗണ്ടും അതിനുള്ള ഇടപാടാണ് ബസ്സുകാർ. അപ്പോൾ ചിമ്മു ഞാനും ചെറിയൊരു വലിയ ബോട്ടിങ്ങിന് പോകാൻ ഒരു റപ്പ് ഒന്ന് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിമ്മു ഞാനും ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ബോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്.
ഗൈസ്, അങ്ങനെയാണ് വിശേഷങ്ങൾ. ഞാനും ചിമ്മും ചെറിയ ബോട്ട് യാത്ര കഴിഞ്ഞ് വന്നു. ബോട്ട് യാത്ര കഴിഞ്ഞിട്ടും ചിമ്മുവിന് റൊട്ടേറ്റിംഗ് വീലിൽ കയറാനുള്ള കൊതി മാറിയിട്ടില്ല. അപ്പോൾ ഡോറേനും ചിമ്മുവിനും അത് കയറ്റി കറക്കി. അതിനുശേഷം ഞങ്ങളുടെ കാറിലേക്ക് തന്നെ തിരിച്ചു വന്നു. ചിമ്മു ആദ്യം കാറിനകത്ത് കയറിയിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കയറി. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. ഞങ്ങളുടെ പോത്തൻകെട്ട് ബോട്ടിങ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഉച്ച കഴിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയത്. കാരണം തിരക്ക്, ചിമ്മുവിന് പോത്തൻകെട്ട് പോകണമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടാണ്. പക്ഷേ വെതർ ഇറ്റ്സ് നോ ഗുഡ്. ക്ലൈമറ്റ് വളരെ മോശമാണ്. കാരണം ഒരു കോടാ ലുക്കാണ്. എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ എനിവേ, ഞങ്ങളെ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും. അതുവരെ SRS Diaries by ഷിഹാബുദ്ദീൻ സൈനിങ് ഓഫ്. താങ്ക് യു.